ദശരഥ മഹാരാജാവിൻ്റെ ഈ അന്ത്യനിമിഷത്തിൽ രാമലക്ഷ്മണന്മാർ വനത്തിലും അതുപോലെ തന്നെ ഭരതനും ശത്രുഘ്നനും മാതുലൻ്റെ അടുക്കലുമായിരുന്നു കേകയ രാജ്യത്ത്. ഫലത്തില് ദശരഥ മഹാരാജാവിൻ്റെ മരണം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാരും തന്നെ അടുത്തുണ്ടായില്ല. മുമ്പ് ശ്രാവണന്റെ അന്ധരായിട്ടുള്ള വൃദ്ധമാതാക്കൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിനായിട്ട് പുഴയിൽ വന്ന് വെള്ളം ശേഖരിച്ച സമയത്ത് ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ദശരഥ മഹാരാജാവ് അസ്ത്രമെയ്ത് അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. ആ ശ്രാവണന്റെ പിതാവ് ദശരഥ മഹാരാജാവിനെ നീയും പുത്രദുഃഖത്താൽ മരിക്കുമാറാവട്ടെ എന്ന് കഠിന